നമസ്കാരം, ഞാൻ ശ്രീകുട്ടി ശ്രീകുമാർ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. കോടതിയിൽ സ്ഫോടനം. മലപ്പുറത്ത് കോടതി വളപ്പിൽ ദുരൂഹ സാഹചര്യത്തിൽ പൊട്ടിത്തെറി. ജില്ലാ ഹോമിയോ മെഡിക്കൽ ഓഫീസറുടെ നിർത്തിയിട്ട കാറിൽ സ്ഫോടക വസ്തു സൂക്ഷിച്ചിരുന്നത് പ്രഷർ കുക്കറിൽ. സ്ഥലത്ത് നിന്ന് ബേസ് മൂവ്മെന്റ് എന്നെഴുതിയ ബോക്സും കണ്ടെടുത്തു. സ്ഫോടനം നടന്ന കാറിനുള്ളിൽ മുഹമ്മദ് അഹ്ലാഹിന്റെ കൊലപാതകത്തെക്കുറിച്ചുള്ള ലഘുലേഖയും പെൻഡ്രൈവും. സംഭവത്തിന് കൊല്ലത്ത് കളക്ടറേറ്റ് വളപ്പിൽ നടന്ന പൊട്ടിത്തെറിയുമായി സാമ്യമെന്ന് പോലീസ്. സ്ഥലത്ത് ബോംബ് സ്ക്വാഡിന്റെ പരിശോധന തുടരുന്നു. വിവാദത്തോടെ ആഘോഷം. സംസ്ഥാന സർക്കാരിന്റെ കേരളപ്പിറവി ആഘോഷങ്ങളിൽ നിന്ന് ഗവർണറെയും മുൻ മുഖ്യമന്ത്രിമാരെയും ഒഴിവാക്കിയ നടപടി വിവാദത്തിൽ. ചടങ്ങിൽ പങ്കെടുപ്പിക്കാത്തതിനെ തുടർന്ന് പി സദാശിവം ചെന്നൈയിലേക്ക്. തലസ്ഥാനത്തുണ്ടായിട്ടും AK ആന്റണിക്കും ഉമ്മൻചാണ്ടിക്കും ക്ഷണമില്ല. ചടങ്ങിൽ പങ്കെടുക്കാതെ VS-ഉം. അതേസമയം കേരളപ്പിറവി ആഘോഷ പരിപാടിയിൽ ഗവർണറെ മറന്നിട്ടില്ലെന്ന് മുഖ്യമന്ത്രി. ക്ഷണിക്കാത്തതിന് പിന്നിൽ പ്രോട്ടോകോൾ പ്രശ്നങ്ങൾ. ഇന്ന് തുടങ്ങി ഇന്ന് അവസാനിക്കുന്നതല്ല പരിപാടി. വജ്രകേരളം പദ്ധതിയിൽ ഗവർണറെ പങ്കെടുപ്പിക്കുമെന്നും പിണറായി വിജയൻ. ഗവർണറെ പങ്കെടുപ്പിക്കാതെ ആഘോഷ പരിപാടി സംഘടിപ്പിച്ചത് ഭരണഘടനാ ലംഘനമെന്ന് കുമ്മനം രാജശേഖരൻ. സർക്കാർ നടപടി അപമാനകരം. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ. ഇരുൾ മൂടിയ ദുരൂഹത. ഭോപ്പാലിൽ ജയിൽ ചാടിയ സിമി ഭീകരരെ വെടിവെച്ചു കൊന്ന സംഭവത്തിൽ ദുരൂഹത തുടരുന്നു. അതീവ സുരക്ഷയുള്ള ജയിലിൽ നിന്ന് പ്രതികൾ ചാടി രക്ഷപ്പെട്ടെന്ന പോലീസ് ഭാഷ്യം സംശയകരം. വിചാരണ പൂർത്തിയാകാൻ ആഴ്ചകൾ മാത്രം ശേഷിക്കെ പ്രതികൾ രക്ഷപ്പെടാൻ ശ്രമം നടത്തിയത് അവിശ്വസനീയമെന്ന് വാദം. ഏറ്റുമുട്ടൽ സംബന്ധിച്ച പോലീസ് ഭാഷ്യത്തിൽ വിശദീകരണമില്ലാത്ത വൈരുദ്ധ്യം. ജയിലിൽ സുരക്ഷാ ഭടനെ വധിച്ച ശേഷം തടവു ചാടിയ പ്രതികൾ ധരിച്ചിരുന്നത് ഒരേ തരത്തിലുള്ള വസ്ത്രങ്ങളും ഷൂസും. ഇവർക്ക് ആയുധങ്ങൾ എവിടെ നിന്ന് ലഭിച്ചു എന്നതും അജ്ഞാതം. ജയിൽ ചാട്ടത്തിന് ശേഷം പിടിക്കപ്പെടാൻ സൗകര്യം നൽകും വിധം പ്രതികൾ ഒരുമിച്ച് തുടർന്നത് എങ്ങനെയെന്ന് സംശയം. അതേസമയം സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് കോൺഗ്രസും CPM-ഉം ആം ആദ്മിയും. സംഭവത്തിൽ പോലീസ് നടപടിയുടെ ആധികാരികത വ്യക്തമാക്കണമെന്നും ആവശ്യം. അതിനിടെ ഏറ്റുമുട്ടൽ സംബന്ധിച്ച അന്വേഷണം NIA-ക്ക് കൈമാറി മധ്യപ്രദേശ് സർക്കാർ. ജീവനെടുക്കുന്ന പ്രകോപനം. ജമ്മു കാശ്മീരിലെ രാംഗഡിൽ പാക് സൈന്യം നടത്തിയ വെടിവെപ്പിൽ 7 പേർ കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ടവരിൽ 2 കുട്ടികളും 4 സ്ത്രീകളും. സാംബ ജില്ലയിലുണ്ടായ ആക്രമണത്തിൽ 8 പ്രദേശവാസികൾക്കും പരിക്ക്. ആക്രമണത്തെ തുടർന്ന് ശക്തമായി തിരിച്ചടിച്ച് ഇന്ത്യൻ സൈന്യം. അതിനിടെ അതിർത്തി ഗ്രാമങ്ങളിൽ വീണ്ടും ഭീകരരുടെ നുഴഞ്ഞുകയറ്റം. ജമ്മുവിലെ ബന്ദിപ്പോരയിൽ സുരക്ഷാ സേനയുമായി ഭീകരരുടെ ഏറ്റുമുട്ടൽ തുടരുന്നു. അജാർ ഗ്രാമത്തിൽ ഒളിച്ചിരിക്കുന്ന 3 ലഷ്കർ ഭീകരരെ സൈന്യം വളഞ്ഞു. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2845 രൂപ, പവൻ 22,760 രൂപ, വെള്ളി ഗ്രാമിന് 55 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 5:30. നമസ്കാരം.